നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. അപേക്ഷിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് പടിയം വില്ലേജ് ഓഫീസിൽ തർക്കം. ഭൂമി സംബന്ധമായി ഏറ്റെടുക്കൽ ഇല്ലെന്നുള്ള നോൺ LA സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ അനുവദിച്ച് നൽകാത്തതായതാണ് തർക്കത്തിനിടയായത്. ഇതിനായി വില്ലേജ് ഓഫീസിൽ വന്നവരോട് ഓഫീസർ മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ട്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട CC മുകുന്ദൻ MLA പടിയം വില്ലേജ് ഓഫീസിൽ നേരിട്ടെത്തി വിവരമാരാഞ്ഞു. തുടർന്ന് തഹസിൽദാർ സ്ഥലത്തെത്തി അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അന്തിക്കാട് പടിയം വില്ലേജ് ഓഫീസുകളിൽ കഴിഞ്ഞ 8 മാസത്തോളമായി വില്ലേജ് ഓഫീസർമാരുടെ സേവനം ഫലപ്രദമല്ല. ഉദ്യോഗസ്ഥർ പതിവായി സ്ഥലം മാറിപ്പോകുന്നത് മൂലം ഓഫീസുകളുടെ പ്രവർത്തനം താറുമാറായിരിക്കുന്നു. ആവശ്യമുള്ള രേഖകൾ ലഭിക്കാതെ ജനങ്ങൾക്ക് ഏറെ അലയേണ്ടി വന്നു. അന്തിക്കാട് പഞ്ചായത്തിന്റെ തീരദേശത്തുള്ള പടിയത്തെ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം അന്തിക്കാട് സെന്ററിലുള്ള സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. അതുമൂലം പടിയത്തുള്ളവർ 3 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത്. ഇങ്ങനെ എത്തുന്നവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുന്നത് പതിവായിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ബാങ്കുകൾക്ക് ലഭിക്കേണ്ട രേഖകൾ കിട്ടാതായതാണ് പ്രശ്നം വഷളായത്. റവന്യൂ മന്ത്രിയുടെ നാട്ടിലെ വില്ലേജ് ഓഫീസുകളുടെ അനാസ്ഥയിൽ നാട്ടുകാർക്കിടയിൽ അമർഷമുണ്ട്. നിർമ്മാണം പൂർത്തിയായ പടിയത്തെ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസ് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരിഞ്ഞനം ചക്കരപ്പാടം പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കനോലി കനാലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള ഭാഗത്താണ് മൃതദേഹം കണ്ടത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. ആഴ്ചയോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലാണ്. നീല ജീൻസും ഷർട്ടുമാണ് വേഷം. കാട്ടൂർ മതിലകം കയ്പമംഗലം പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. നാട്ടിക SN ഹാളിലെ ആനന്ദലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CK വിജയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി UP ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം A സിയാവുദ്ദീൻ, NR ബാലൻ, MA ഹാരിസ് ബാബു, TS മധുസൂദനൻ, IK വിഷ്ണുദാസ്, KM നാരായണൻ, MK ഫൽഗുണൻ, CG ബിജു, TS GN, VA അനീഷ്, EK രാധാകൃഷ്ണൻ, AS മനോജ്, PN ജ്യോതിലാൽ, EG സുരേന്ദ്രൻ, OS സുധീർ എന്നിവർ സംസാരിച്ചു. കള്ളുചെത്ത് മേഖലയിലെ ആദ്യകാല നേതാക്കളെയും പ്രതിഭകളായവരെയും സമ്മേളനത്തിൽ ആദരിച്ചു. ചവക്കാട് റേഞ്ചിലെ വിവിധ ഷാപ്പുകളിൽ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ കയറിയിറങ്ങി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും അകാരണമായി പിഴ ചുമത്തുകയും ചെയ്തത് പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമാണ്. ഇതിനെതിരെ ടോഡി വർക്കേഴ്സ് യൂണിയൻ CIJU ജില്ലാ സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി. ഭാരവാഹികളായി UP ജോസഫ് പ്രസിഡന്റ്, CK വിജയൻ സെക്രട്ടറി, KM നാരായൺ ട്രഷറർ, വൈസ് പ്രസിഡന്റുമാരായി VK വാസുദേവൻ, CR പുരുഷോത്തമൻ, CG ബിജു എന്നിവരും ജോയിന്റ് സെക്രട്ടറിമാരായി EG സുരേന്ദ്രൻ, MK ഫൽഗുണൻ, OS സുധീർ എന്നിവരെയും തിരഞ്ഞെടുത്തു. തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. ഫാദർ ജോസഫ് അന്തിക്കാട് നേതൃത്വം നൽകി. തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനവും നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5:30 പരിശുദ്ധ കുർബാനയും ലതീനും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. ജനുവരി 31, ഫെബ്രുവരി 1 തീയതിയിലാണ് തിരുനാൾ. വികാരി പോൾ കള്ളിക്കാടൻ, കൈകാരന്മാരായ ദാസ് കുരുതുകുളങ്ങര, ഡേവിസ് ഐനിക്കൽ, ജോഫി ചേരമാൻ തുരുത്തി, തിരുനാൾ കൺവീനർ പ്രതീഷ് ജോസ് ചിറയത്ത്, സപ്ലിമെന്റ് കൺവീനർ റിൻഡോ വാരിക്കുടത്ത്, PRO ജോജു കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് പഞ്ചായത്തിലെ വയോജന കലോത്സവം അന്തിക്കാട് കാർത്തിക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർ KB വസുമതി, 9ാം വാർഡ് മെമ്പർ TP രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം തളിക്കുളം BRCയുടെ നേതൃത്വത്തിൽ വായനക്കൂട്ടം, എഴുത്തുകൂട്ടം, ഏകദിന ശില്പശാല തളിക്കുളം SNV UP സ്കൂളിൽ വെച്ച് നടത്തി. സ്വന്തം എഴുത്തിന്റെ കരുത്ത്, സൗന്ദര്യം, അനുഭൂതി എന്നിവ വായനയിലൂടെ നേടി എഴുതി തെളിയിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളർത്തുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം തളിക്കുളം BPC ചിത്രകുമാർ TV നിർവഹിച്ചു. PTA പ്രസിഡന്റ് ചാന്ദിനി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. CRC കോർഡിനേറ്റർ പ്രീത VP പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക PB സജിത, MPTA പ്രസിഡന്റ് ഷാനിബ നൌസർ എന്നിവർ സംസാരിച്ചു. TC ഭീന, രജിത V, സജി CM,
CRC കോർഡിനേറ്റർ ഷീബ TS എന്നിവർ പല സെഷനുകളിലായി ക്ലാസുകൾ നയിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഫാദർ ഫ്രാങ്കോ ഫ്രോണി ചെറുതാണിക്കൽ കാർമ്മികനായി. ശനിയാഴ്ച രാവിലെ ആഘോഷമായി ദിവ്യബലി, ലതീൻ, നൊവീന, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ, അമ്പ് വെഞ്ചിരിപ്പ്, യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ ഉണ്ടായി. ഗാരി ഫാദർ പ്രിൻസ് പൂവച്ചിങ്കൽ കാർമ്മികത്വം വഹിച്ചു. രാത്രി 10 മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിവസമായ ജനുവരി 26 ഞായറാഴ്ച രാവിലെ ദിവ്യബലി, ലതീൻ, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജിമ്മി എടക്കളത്തു മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനാകും. ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശവും നൽകും. വൈകിട്ട് 4 മണിക്ക് നടത്തുന്ന കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികനാകും. ആഘോഷമായി ദിവ്യബലി, ലതീൻ, നൊവേന എന്നിവ നടത്തും. വൈകിട്ട് 7 മണിക്ക് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് കോട്ടപ്പടി നയിക്കുന്ന ബാൻഡ് നൈറ്റും ഉണ്ടായിരിക്കും. ജനുവരി 27 മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും നടത്തും. വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.